ശ്രീ ഹാരിസ്, ഇന്ന് നഴ്സസ് അസോസിയേഷൻ മന്ത്രിമാരെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്? എന്തൊക്കെയായിരുന്നു അവരുടെ പ്രതികരണം? വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സർക്കാരിന് സാധിക്കില്ല എന്ന് മന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളിന്ന് മിനിസ്റ്ററെ കണ്ടായിരുന്നു. മിനിസ്റ്ററെ കണ്ടത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പുതുക്കിയ മിനിമം വേതനം എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഓർഡർ ആക്കിയിട്ട് പുറത്തു വരണം. അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ഗവൺമെൻറ് ഓർഡർ പുറത്തു വന്നെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ പലിശ അടയ്ക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇത് അടയ്ക്കാൻ കഴിയില്ല. അതിനെതിരെ എന്ത് നടപടി വന്നാലും ഞങ്ങൾ നേഴ്സുമാരെ അതിനെ ചെറുത്ത് തോപ്പിക്കാൻ അത് യാതൊരു ഡൗട്ടുമില്ല. ഞങ്ങൾക്ക് മിനിമം വേതനം എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ മാണി സാറും അതുപോലെ ആരോഗ്യമന്ത്രിയെ കൂടി ഒരു ഉപസമിതി വച്ചിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് നവംബർ 14 മുതൽ. ശ്രീ പി സി സിറിയക്, ഉദാരമായ വ്യവസ്ഥകളോടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വായ്പ അനുവദിക്കണം, അതിന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുന്ന സർക്കാർ നയം യഥാർത്ഥത്തിൽ ബാങ്കുകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയല്ലേ? അതിന്റെ ഭാഗമായി ആണോ ഹാർഷായി സംസാരിക്കേണ്ടി വരുന്നതും പെരുമാറേണ്ടി വരുന്നതും ഈ ജപ്തി നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും? പ്രശ്നം നയത്തിൻ്റെതാണോ? ഇപ്പം സ്വകാര്യ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിൻ്റെ ധനസഹായമൊന്നും കിട്ടുന്നില്ല ഇത്തരത്തിലുള്ള ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ നിക്ഷേപകരിൽ നിന്നും സമാഹരിക്കുന്ന നിക്ഷേപങ്ങൾ, ഓഹരിക്കാരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം ഉപയോഗിച്ചാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് സർക്കാരിൻ്റെ ചില ഗൈഡ് ലൈൻസിനുൾപ്പെട്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ചില വിഭാഗങ്ങൾക്ക് ലോൺ കൊടുക്കാനും നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ ഒരു ടൈറ്റ് റോപ്പ് വാക്കിംഗ് ആണ് മിക്ക ബാങ്കുകളും നടത്തേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും ചെറിയ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളല്ലാത്ത, സർക്കാർ ബാങ്കുകളല്ലാത്ത ബാങ്കുകൾ. അപ്പോൾ ഇത്തരം ബാങ്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളുമുണ്ട്. എന്ന് വെച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. ഈ ബാങ്കുകളെല്ലാം ലാഭം ഉണ്ടാക്കുന്ന ബാങ്കുകളാണ്. അപ്പോൾ ലാഭത്തിൻ്റെ ഒരു ഭാഗം ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉദാഹരണമായിട്ട് ഡിസഡ്വാൻറ്റേജ് സെക്ഷൻസിന് ലോണായിട്ട് കൊടുക്കുക, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന സമൂഹങ്ങൾക്ക് ലോണായിട്ട് കൊടുക്കുക. അത് വിദ്യാഭ്യാസ വായ്പ ഉണ്ടാകും, കാർഷിക കടം ഉണ്ടാകും ചെറുകിട കർഷകർക്ക്, അതുപോലെ തന്നെ പട്ടികജാതി വംശത്തിൽ ചേർന്നവർക്ക് അവർക്ക് കൊടുക്കുന്ന കടമുണ്ടാകും. ഇത്തരം കടങ്ങളെല്ലാം ലാഭത്തിൻ്റെ ഒരു ഭാഗം നീക്കി വെച്ച് കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല. ബാങ്കുകളെല്ലാം അത് ചെയ്യണം. അത് ചെയ്യുന്നില്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡുകാരോട് തന്നെ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉന്നയിക്കും. എന്തുകൊണ്ട് ഞങ്ങളുടെ അനുസരിച്ച് ഇതൊന്നും ചെയ്യുന്നില്ല? ബാങ്കുകളുടെ മൊത്തത്തിൽ, ഫെഡറൽ ബാങ്കിനെ കുറിച്ച് മാത്രമല്ല, ബാങ്കുകളുടെ മൊത്തത്തിൽ എടുക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബാങ്കുകളുടെ നിലനിൽപ്പ് ഒരു പ്രശ്നം തന്നെയാണ്. അതിന് ആനുപാതികമായ പലിശ നിരക്കാണ് അവർ ഈടാക്കുന്നത്. കിട്ടാക്കടമാകുമ്പോൾ അതിന് ജപ്തി നടപടികളിലേക്ക് പോകേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നത് താങ്കൾ സൂചിപ്പിച്ചു. പക്ഷേ ഇതേ ബാങ്കുകൾ തന്നെ പൊതുവിലെടുത്താൽ വൻകിട മുതലാളിമാരിൽ നിന്നുള്ള കിട്ടാക്കടം ഈടാക്കുന്നതിന് കാണിക്കുന്ന താല്പര്യത്തെക്കാൾ അധികം ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വിദ്യാഭ്യാസ വായ്പ തിരിച്ചീടാക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് വായ്പകൾ തിരിച്ചീടാക്കുന്നതിനോ സാധാരണക്കാരിൽ നിന്ന് തിരിച്ചീടാക്കാൻ കാണിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയല്ലേ? ഒരു വസ്തുതയാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം വൻകിട ബാങ്കുകളുടെ, വൻകിട ബിസിനസ്സുകാരുടെ വലിയ ലോണുകളെല്ലാം മിക്കവാറും ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡായിരിക്കും സാങ്ഷൻ ചെയ്യുന്നത്. സാധാരണ ഒരു മാനേജർക്ക് സാങ്ഷൻ ചെയ്ത് കൊടുക്കാവുന്ന ലിമിറ്റിന് മുകളിലുള്ളതായിരിക്കും. നേരെ മറിച്ച് ചെറുകിട ലോണുകൾ, വിദ്യാഭ്യാസ ലോണുകളും മറ്റ് ചെറുകിട ലോണുകളെല്ലാം ഒരുപക്ഷെ മാനേജറുടെയോ റീജിയണൽ മാനേജറുടെയോ ഒക്കെ അധികാര പരിധിക്ക് ഉൾപ്പെട്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ കൊടുക്കുന്ന ലോണുകളാണ്. അപ്പം അവരുടെ ഉത്തരവാദിത്വത്തിൽ കൊടുക്കുന്ന ലോണുകൾ നിങ്ങൾ എന്തുകൊണ്ട് കിട്ടാക്കടനായി, എന്തുകൊണ്ട് നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന് ചോദ്യം ചോദിക്കാൻ മുകളിലുള്ളവർക്ക് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ സ്വയം സംരക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന ബാങ്ക് മാനേജർമാർ ചിലരെല്ലാം ചിലപ്പോൾ ഹാർഷായിട്ടും ഒക്കെ പെരുമാറേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അതേസമയത്ത് വലിയ കടം കൊടുക്കുന്നതും ഡയറക്ടർ ബോർഡ് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. അവർ തന്നെ ഉത്തരവാദിയാകുമ്പോഴേക്കും ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നിർഭാഗ്യവശാൽ ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് റിക്കവർ ചെയ്യാൻ അവിടെയും സാധ്യതകളുണ്ട്. കാരണം അത്തരത്തിലുള്ള വലിയ ലോണുകളെല്ലാം ഈടുണ്ട്.
നഴ്സുമാരുടെ സമരകാലത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വാഗ്ദാനം മിനിമം വേജസ് പോലും ഇതുവരെ നടപ്പായിട്ടില്ല. തൊഴിൽ വകുപ്പ് ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരി മാറി നിൽക്കുകയാണ്. ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്നെല്ലാം നിങ്ങളുടെ സംഘടന പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു നീക്കം നിങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ടോ? എന്താണ് ഇനി നിങ്ങളുടെ അടുത്ത ആവശ്യം? എങ്ങനെയാണ് നിങ്ങൾ അതുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്? ഇനിയും സർക്കാരുമായി ചർച്ചയ്ക്കുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ? ഇത് IRC കമ്മിറ്റി പ്രകാരം ഗവൺമെന്റ് പുതുക്കിയ മിനിമം വേതനം ശുപാർശകളും പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ നമ്മളോട് തൊഴിൽ വകുപ്പിന്റെ അഭ്യർത്ഥനയായിരുന്നു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ഓർഡർ പുറത്തിറക്കി തരാമെന്ന് ഗവൺമെന്റിന്റെ ലേബർ വകുപ്പിന്റെ അഭ്യർത്ഥനയായിരുന്നു. അതുവരെ നിങ്ങളൊരു സമര പരിപാടികളിലേക്ക് പോകരുത്. ഞങ്ങൾ ഗവൺമെന്റിന്റെ ആ നിർദ്ദേശം പൂർണ്ണമായിട്ട് പാലിച്ചു. എന്നിട്ട് 3 മാസത്തിന് ശേഷമായിട്ടും ഈ IRC കമ്മിറ്റിയുടെ ശുപാർശകൾ ഗവൺമെന്റ് ഓർഡറായിട്ട് പുറത്തിറങ്ങാതെ വന്നപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ശക്തമായ നടപടിയിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ അടുത്ത തീരുമാനം എന്ന് വെച്ചാൽ കേരളത്തിൽ നവംബർ 1 കേരളത്തിലെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും 1000-ഓളം വരുന്ന നേഴ്സുമാരെ സംഘടിപ്പിച്ചുകൊണ്ട് കളക്ടറേറ്റ് മാർച്ച് നടത്തുവാനും, അതുപോലെ തന്നെ നവംബർ 16 UNAയുടെ പിറവി ദിനത്തിൽ ഗവൺമെന്റ് ഓർഡർ പുറത്തു വന്നില്ലെങ്കിൽ 1 ലക്ഷത്തോളം നഴ്സുമാരെയും രക്ഷിതാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുവാനും, അന്നേ ദിവസം തൊട്ട് കേരളത്തിലെ മുഴുവൻ ആരോഗ്യ മേഖലയെയും സമീപിച്ചുകൊണ്ട് കേരളത്തിലെ നഴ്സുമാർക്ക് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ചർച്ചയിൽ പങ്കെടുത്തതിന് തങ്കച്ചൻ ജോസ്, PC സിറിയക്, ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കെല്ലാം വളരെയധികം നന്ദി.